നീ മനുഷ്യ ഒന്ന് എണീക്കുന്നുണ്ടോ? നേരെ ഒത്തിരിയായി. കണ്ണൂർ നോക്കിയപ്പോൾ പെണ്ണും പിള്ള അലമാരയിൽ എന്തോ തിരയുന്നു. കസവ് സാരി കൊടുത്ത് അമ്പലത്തിൽ പോവാനുള്ള ഒരുക്കമാണ്. മോൾ ഉണർന്നിട്ടില്ല. അവൾ എന്നെ കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കം. ഞാൻ അവൾ ഉണർത്താ പതിയെ എഴുന്നേറ്റിരുന്നു. ഇന്നെന്താ നല്ല ചൂടിലാണെന്ന് തോന്നില്ല. ഒരു ചായ തരാൻ വിരോധമുണ്ടോ? ചായ അടുക്കളയിൽ ഇപ്പുണ്ട്, വേണേ പോയി എടുത്ത് കുടിച്ചോ. നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി. കാരണം വേറൊന്നുമില്ല, ഇന്നലെ ചങ്ങാതിയുടെ മകളുടെ പിറന്നാൾ ആഘോഷം കൂടാൻ പോയി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും അവന്മാരെല്ലാവരും ഒത്തിരി നിർബന്ധം പറഞ്ഞുകൊണ്ടും 2 പെഗ് കഴിച്ചു. അതിന്റെ ദേഷ്യമാണ്. ഏതായാലും ചായ കൊണ്ട് തന്നു. ലക്ഷ്മി ദേവി ചായയുമായി വന്ന പോലെ കയ്യിൽ തരാതെ മേശപ്പുറത്ത് വെച്ചിട്ട്, ജീവേട്ടാ ഞാൻ അമ്പലത്തിൽ പോവാണേ എന്നും പറഞ്ഞു പോയി. ചില നേരത്തെ ഇങ്ങനെയാ ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യവും ഭദ്രകാളിയുടെ സ്വഭാവവും. 7 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കസവ് സാരി ഉടുത്ത് നിന്നപ്പോഴാണ് ഈ മുതലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ നാട്ടിൽ ചെറിയ കോൺട്രാക്ട് ജോലികളും മറ്റുമായിട്ട് നടക്കുന്ന സമയം കവലയിലെ ഷീബ ചേച്ചിയുടെ തയ്യൽക്കടയുടെ മുമ്പിലൂടെ ബൈക്കിൽ പോവുകയായിരുന്നു. സാധാരണ വഴി പോകുമ്പോൾ ആ കടയിലൊന്ന് നോക്കുന്ന പതിവാണ്. വീട്ടിലെ തയ്യൽ ജോലികളൊക്കെ ചേച്ചിയാണ് ചെയ്യുന്നത്. അങ്ങനെ പരിചയമുള്ളതുകൊണ്ട് ഒരു പരിചയം പുതുക്കലിന്റെ ഭാഗമായിട്ട് ഒരു പുഞ്ചിരി ചേച്ചിക്ക് പതിവുള്ളതാണ്. അന്ന് വൃശ്ചിക 1-ാം തീയതി വല്ലപ്പോഴുള്ള ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോവുകയായിരുന്നു. ചേച്ചിയുടെ പതിവ് ചിരി കൊടുക്കാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതാ. സെറ്റ് സാരി എടുത്ത് കുങ്കുമക്കുറിയും ഇട്ട് കൺമഷി വരച്ച് അങ്ങനെ നിൽക്കുന്നു നമ്മുടെ നായിക. എന്റെ സാറേ, പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റിയില്ല. എന്തിന് എതിരെ വന്ന ഓട്ടോ പോലും ദാ കിടക്കുന്ന ഓടയിൽ, അതും കൃത്യം അവിടെ മുമ്പിൽ. അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവും, വലിയ കേടൊന്നും പറ്റിയില്ല. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? വീട് പറഞ്ഞോടെ ഇറങ്ങി തുടങ്ങിയ സ്ഥിരം ഡയലോഗ് ഒത്തിരി കേട്ടു. ചമ്മി നാറി പണ്ടാരടങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാവരും കൂടി പിടിച്ചെണീപ്പിച്ച് ഷീബ ചേച്ചിയുടെ കടത്തിനേൽ പിടിച്ചിരുത്തി. തിരക്കുള്ളവരൊക്കെ പോയി. വേറെ ജോലിക്കൊന്നും പോവാത്തവർ തൊട്ടും തലോടിയുമൊക്കെ ഇരുന്നു. എനിക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരു കുപ്പി എന്നെ നേർക്ക് നീട്ടി. ഏലക്കായിട്ട് തിളപ്പിച്ച നല്ല ചൂടുവെള്ളമായിരുന്നു. നല്ല ആശ്വാസം തോന്നി. കുപ്പി തിരികെ കൊടുത്തപ്പോഴാണ് ഞാൻ അതിൻ്റെ ഉടമയെ കണ്ടത്. നമ്മുടെ നായിക. അവളുടെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. നീ ചിരിച്ചോടി, ഒരിക്കൽ നീ എനിക്ക് വേണ്ടി വെള്ളം ചൂടാക്കും എന്നെൻ്റെ മനസ്സ് മന്ത്രിച്ചു. ആ മന്ത്രണം ഒരു കള്ളച്ചിരിയായ എൻ്റെ മുഖത്തും പ്രതിഫലിച്ചു. അപ്പോഴെങ്കിലും ഷീബ ചേച്ചി കടയിലെത്തിയിരുന്നു. എന്നെ കണ്ടതും അങ്ങോട്ട് വന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി കടയിലേക്ക് പോയി. പിന്നാലെ അവളും പോയി. അപ്പോഴാണ് അവൾ ചേച്ചിയുടെ പുതിയ ശിഷ്യയാണെന്ന് മനസ്സിലായത്. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ജോലിക്കും പോയി. അന്നു മുതൽ അതിൽ പോകുമ്പോൾ ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആശാത്തി മുടിഞ്ഞ തയ്യലാണ് എപ്പോൾ നോക്കിയാലും. വല്ലതും അറിഞ്ഞിട്ടാണ് എന്തോ കരഞ്ഞു കരഞ്ഞ് വണ്ടിയുടെ ഹോൺ പോയത് മിച്ചം. കുറേ ശ്രമിച്ചിട്ട് അവൾ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായപ്പോൾ നിരാശ തോന്നി. നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കും എന്ന് ചിന്തിച്ചിറങ്ങുന്ന സമയത്താണ് ഒരേ ഒരു പെങ്ങൾ, എൻ്റെ കുഞ്ഞു പെങ്ങൾ സംഗീത, കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാൻ പുതിയ ചുരിദാർ വേണമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കാൻ തുടങ്ങിയത്. അവളെയും കൊണ്ടുപോയിട്ട് ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ വല്ലാത്ത സ്നേഹം. മുറി കയറിയപ്പോൾ 2-3 ഷർട്ടും 2 പാൻറ്റും ഇറക്കി ഇസ്തിരിട്ട് വെച്ചിരിക്കുന്നു. മുറിയൊക്കെ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു. ചായയും റെഡി. ചുരിദാർ വാങ്ങിക്കൊടുത്തതിന് നന്ദിയായിരിക്കുമെന്ന് കരുതി എനിക്ക് തെറ്റി. വെള്ളത്തികളെല്ലാവരും കൂടി ഒരേപോലുള്ള പാവാടയും ഹാഫ് സാരി ഇടാനുള്ള പ്ലാനായിരുന്നു. അത് വാങ്ങിക്കൊടുക്കാനുള്ള പാലമിട്ടതാ. പെങ്ങളായിട്ട് ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് വാങ്ങിക്കൊടുക്കാതിരിക്കാനും മനസ്സ് വരില്ല. പിറ്റേന്ന് വീണ്ടും കടയിൽ പോയി എല്ലാം വാങ്ങി. ബ്ലൗസ് തയ്പ്പിക്കണം. അതിന് ഷീബ ചേച്ചിയുടെ കടയിൽ കൊണ്ട് നിർത്തി. നമ്മുടെ നായിക എന്തോ തയ്ക്കുന്നു. ചേച്ചി അനിയത്തിയും കൂട്ടി അളവെടുക്കാൻ അകത്തേക്ക് പോയി. അല്ല ഇതാരാ? ഇപ്പോഴത്തെ ഓടയിലൊന്നും കാണാറില്ലല്ലോ. പെൺപിള്ളേരെ വായി നോക്കുന്ന ഏർപ്പാടൊക്കെ നിർത്തിയോ? ആ, കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചിരിക്കുക. വായി നോക്കിയതിലൊരു പെണ്ണിന്റെ മനസ്സിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവളുടെ നിലപാട് എന്താണെന്ന് അറിഞ്ഞിട്ട് തുടരാന്ന് കരുതുക. ആരാണാവോ ആ ഭാഗ്യദോഷി? അതൊക്കെയുണ്ട്, സമയമാകുമ്പോൾ അറിയും. എന്താ കുട്ടിയുടെ പേര്? എൻ്റെ പേര് ജനനി. ഇഷ്ടമുള്ളവർ ജനിന്ന് വിളിക്കും. ചേട്ടൻ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി എന്നവളുടെ കണ്ണുകൾ എന്നോട് പറയാതെ പറഞ്ഞു. ജനനി നല്ല പേരാണല്ലോ. ഞാൻ സജീവ്, എവിടെ അടുത്ത് തന്നെ താമസം. എനിക്കറിയാം, ഷീബേച്ചി പറഞ്ഞിരുന്നു. അളവെടുക്കാൻ പോയവർ തിരികെ വന്നു. ഞാൻ അനിയത്തിയും കൊണ്ട് പോയി. 2 ദിവസം കഴിഞ്ഞ് അത് മേടിക്കാൻ വീണ്ടും ചെന്നു. അതിമനോഹരമായൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ അതെടുത്തു തന്നു. അതോടുകൂടി ഞാൻ ഫ്ലാറ്റ്. കെട്ടുന്നെങ്കിൽ ഇവിടെ തന്നെ. അതിനി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും. പിന്നെ ഷീബ ചേച്ചിക്ക് നൽകാറുള്ള പുഞ്ചിരി ഞാൻ ജനിക്ക് കൈമാറി. പതിയെ പതിയെ ഞങ്ങൾ അടുത്തുകൊണ്ടിരുന്നു. ഫോൺ വിളികളായി. അവസാനം പ്രണയത്തിലും. 3 വർഷത്തോളം ഞങ്ങൾ പ്രണയത്തിൻ്റെ കൊടുമുടിയിൽ പാറി നടന്നു. വർഷങ്ങൾ എത്ര വേഗമാണ് കടന്നുപോയത്. ഒരു ദിവസം ഷീബേച്ചിൻ്റെ വഴിയിൽ തടഞ്ഞു നിർത്തി. ഞാനും ജനിയും തമ്മിൽ എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷേ ചേച്ചിയെല്ലാം അറിഞ്ഞിരുന്നു. അവളെല്ലാം പറഞ്ഞിരുന്നു. ചേച്ചി എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കി. കാരണം അവളുടെ വീട്ടുകാരായിരുന്നു. ചേട്ടനൊരു ഭൂലോക പോക്കിരിയായിരുന്നു. അമ്മ പണ്ടെങ്ങോ മരിച്ചു.
അച്ഛനുള്ള ഇല്ലാത്തതും കണക്കാ. അവിടെ അപ്പച്ചിയുടെ മോന് വേണ്ടി കല്യാണം ഉറപ്പിച്ചു. അതൊരു തല്ലുകൂടിയാ. വെറൊരു വൃത്തിയിട്ടവൻ. പിന്നെ സദാസമയം കള്ളുകൂടി. അവളുടെ മുറച്ചെറുക്കൻ ഏതൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയാണ് ഈ കല്യാണം. ഷീബേച്ചിയുടെ വാക്കിൽ എൻ്റെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടാക്കി. കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. ചിന്തിച്ചെന്ന് എന്നോട് ചേച്ചി വീണ്ടും പറഞ്ഞു, സജി, നിനക്ക് ചേർന്ന തരക്കാരില്ലടാ. അവൾ നല്ല കുട്ടിയാ. ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും നല്ല കുട്ടി. അടക്കോ ഒതുക്കൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടുകാർ ശരിയാവില്ല. നിന്റെ കുടുംബത്തിൻ്റെ രീതികളായിട്ട് ഒത്തുപോവില്ല. അമ്മയും അനിയത്തിയൊന്നും സമ്മതിക്കില്ല. നീ അത് മറന്നേക്കടാ. നമുക്കത് ശരിയാവില്ലടാ മോനെ. ചേച്ചി, ഞങ്ങൾ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ചേച്ചി. ഇനിയെല്ലാം മറക്കണം. അവളോട് ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. അവളത് മനസ്സിലാക്കും. മാത്രമല്ല, ഇപ്പോൾ അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഒരു പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ചേച്ചിയത് പറഞ്ഞപ്പോൾ ആകെ അസ്വസ്ഥമായി ഞാൻ. എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചില കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ചെന്നൈ വരുന്ന വഴിയിൽ കാത്തിരുന്നു. എന്നെ കണ്ടതോടെ മുഖം വാടി. ചേച്ചി അവളോട് എന്തൊക്കെയോ സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കണ്ടതും അവൾ ഒഴിഞ്ഞു മാറി പോവാൻ തുടങ്ങി. ഞാൻ അവളെ തടഞ്ഞു നിർത്തി. ജെനി, നിന്നെ കാണാനാ ഞാനിവിടെ കാത്തുനിന്ന്. എന്തിന്? ഇനി നമ്മൾ തമ്മിലൊരു ബന്ധവുമില്ല. ജീവട്ടിന് എന്നെ കാണാൻ വരരുത്. അവളുടെ ആ മറുപടി എന്നെ തളർത്തി. നീ എന്താ ഇങ്ങനെ പറയുന്നത്? നിനക്കെന്താ പറ്റിയത്? ചേച്ചി ഇന്നലെ നിന്നെക്കുറിച്ചെല്ലാം എന്നോട് പറഞ്ഞു. കേട്ടൊക്കെ സത്യമാണ്. നിന്റെ കല്യാണം ഉറപ്പിച്ചോ? നിന്റെ സമ്മതം ഉണ്ടായിരുന്നു? ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പോകുന്നു. കണ്ണുകളിൽ ഇരുട്ട് കയറിയ പോലെ ഞാൻ അവളെ തന്നെ നോക്കി നിൽക്കെ അവൾ നടന്നുപോയി. പിന്നാലെ ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വീണ്ടും കൈ തട്ടി മാറ്റി അവൾ നടന്നുപോയി. ആരൊക്കെയോ വരുന്നുണ്ടായിരുന്നു. നാട്ടിൽ അല്പം നിലയും വിലയുള്ളതുകൊണ്ട് പിന്നെ അവളെ തടഞ്ഞില്ല. പിന്നെ സംസാരിക്കാന്ന് കരുതി ഞാൻ വണ്ടിയുമായി പോകുന്നു. ജോലി കഴിഞ്ഞ് അല്പം ഇരുട്ടിയാണ് ഞാൻ ഇറങ്ങിയത്. വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരാൾ വന്ന് എൻ്റെ വണ്ടി തടഞ്ഞു. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നാലെ 2-3 പേരും വന്നു. സംഗതി അത്ര പന്തിയില്ലെന്ന് തോന്നി ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. ജെനിയുടെ ആങ്ങളെയാണോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അവർ കുടിച്ചിരുന്നെന്ന് മനസ്സിലായി. എൻ്റെ ബംഗ്ലോയിട്ട് നിനക്കെന്താണോ ബന്ധം? നീ എന്തിനാണോ ശല്യം ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ആരാണെന്ന് പറയും, എന്നിട്ടാവും ബാക്കി. നീ കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. മേലാനെൻ്റെ പെങ്ങളുടെ പിന്നാലെ നടന്നാ കൊന്നുകളെ ഞാൻ പറഞ്ഞേക്കാം. ഏയ്, നിനക്കങ്ങനെ ചുമ്മാ കൊന്നിട്ട് പോകാനല്ലോ എൻ്റെ അച്ഛനും അമ്മേനെ വളർത്തിയത്. സംസാരിച്ച് വഷളായി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി. അവർ 4 പേര് കൂടി ചേർന്നിട്ടും എന്നെ കീഴടക്കാനായില്ല. പക്ഷെ അവിടെ മുറച്ചെറുക്കനാണെന്ന് തോന്നുന്നു ഒരു തടി കഷ്ണം എടുത്ത് തലക്കടിച്ചു. അതോടെ ഞാൻ വീണു. ബോധം മറയുന്നവരെ അവരെന്നെ തറയിലിട്ട് ചവിട്ടി. കണ്ണു തുറന്നപ്പോൾ ഞാൻ ആശുപത്രിയിലാണ്. അമ്മയും ഷീബേച്ചി അനിയത്തിയും എൻ്റെ കൂട്ടുകാരും ഉണ്ട്. അമ്മയും അനിയത്തിയും കരഞ്ഞു തളർന്നിരുന്നു. ഞാൻ ചേച്ചിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ചേച്ചിയും സങ്കടത്തിലായിരുന്നു. ആരൊന്നും മിണ്ടുന്നില്ല. പിന്നെ ഞാൻ തന്നെ ഓരോ സംസാരിച്ചു തുടങ്ങി. തലയിൽ നല്ലൊരു മുറിവുണ്ട്. ദേഹമാസകലം നല്ല വേദന. ഭാഗ്യത്തിന് എല്ലൊന്നും ഒടിഞ്ഞിട്ടില്ല. അത്യാവശ്യം അധ്വാനമുള്ളതുകൊണ്ടാവും. എല്ലിനൊക്കെ നല്ല ഉറപ്പായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അമ്മയും ഷീബേച്ചിയും വീട്ടിലേക്ക് പോയി. ഒത്തിരി നിർബന്ധിച്ചിട്ടും അനിയത്തി പോകാൻ കൂട്ടാക്കിയില്ല. ഞങ്ങൾ അത്രയ്ക്ക് കൂട്ടായിരുന്നു. എൻ്റെ ദേഹത്തൊരു മുട്ടുസൂചി കൊള്ളുന്നു അവൾക്ക് സഹിക്കില്ല. എനിക്കും അങ്ങനെയായിരുന്നു. എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അമ്മ പോയി എന്നുറപ്പായപ്പോൾ അവൾ പതിയെന്നോട് ചോദിച്ചു, ഏട്ടാ, സത്യം പറയണം, ജെന്നിയുടെ ആങ്ങളെയാണിത് ചെയ്ത്? അറിയില്ല മോളെ. ആരാണെന്ന് എനിക്കറിയില്ല. കള്ളം പറയണ്ട ഏട്ടാ. ഷീബേച്ചിനോട് എല്ലാം പറഞ്ഞു. അമ്മ അറിഞ്ഞു മോളെ? ഇല്ല ഏട്ടാ, ഞാൻ പറയണ്ടെന്ന് പറഞ്ഞു. സാരില്ല മോളെ, അവളൊരു പാവ. അവളിതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. 2 തുള്ളി കണ്ണുനീർ എൻ്റെ കണ്ണിൽ നിന്ന് ഇറ്റ് വീണു. അങ്ങനെ ആവരുതെന്നായിരുന്നു എൻ്റെയും പ്രാർത്ഥന. കാരണം എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമുള്ളവരുണ്ടാക്കുന്ന മുറിവുകൾക്ക് ആഴം കൂടുമെന്നാരോ പറഞ്ഞതോർത്ത്. കൂട്ടുകാരൊക്കെ നല്ല ദേഷ്യത്തിലായിരുന്നു. കൂട്ടുകാരെന്ന് പറഞ്ഞ കോൺക്രീറ്റ് പണിക്കാരൻ മുതൽ SI സെലക്ഷൻ കിട്ടിയവൻ വരെയുണ്ട്. അവന്മാരെ തിരിച്ചെല്ലണമെന്ന് പറഞ്ഞ ബഹളം. ഞാൻ അവരെ തടുത്തു. എല്ലാം വിട്ടേക്കാന്ന് പറഞ്ഞു. അല്ലെങ്കിലും തല്ലും പിടിയൊക്കെ ആവശ്യത്തിന് മാത്രമല്ലേ പാടുള്ളൂ. പിറ്റേന്ന് രാവിലെ ഉറക്കണമെന്നപ്പോൾ ആരുമില്ല. ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങി നടന്നു. കാലുവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം നടന്നില്ല. റൂമിൽ വന്ന് കിടന്നു. സംഗീതയെ ഫോണിൽ വിളിച്ചു. ഫ്ലാസ്കിൽ ചായ ഉണ്ടായിരുന്നു. അതെടുത്ത് കുടിച്ചു. വീണ്ടും കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനിയത്തി വന്നു. നീ ഇത് എവിടെ പോയതാ? അമ്മ വന്നോ? എവിടെയെങ്കിലും പോകുമ്പോൾ പറയണ്ടേ? അമ്മമാർക്ക് എപ്പോഴാണ് പോയത്? ഞാനൊന്ന് വീട് വരെ പോയതാ. അമ്മ ഉച്ചയ്ക്ക് വരുള്ളൂ. ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ ആകെ ബോറടിച്ചു. ഏട്ടാ, ജെനി വിളിച്ചിരുന്നോ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യം എന്നെ ധർമ്മസങ്കടത്തിലാക്കി. ഉത്തരം പറയാനാവാതെ പരിങ്ങി. അവളിനി വിളിക്കില്ല മോളെ. അവളുടെ കല്യാണം ഉറപ്പിച്ചു. അതുകൊണ്ട് ഇനി അവൾ വിളിക്കാൻ തോന്നുന്നില്ല. കണ്ണുകൾ നിറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ തിരിഞ്ഞടന്നു. അവളെ മറ്റൊരാൾ സ്വന്താക്കുന്നതുകൊണ്ട് വേദനിക്കാനാവും എൻ്റെ വിധി. മോളെ, നീ ഇതൊന്നും അമ്മയോട് പറയണ്ട. അമ്മയ്ക്ക് സങ്കടമാവും. ഞാനൊന്നും പറയുന്നില്ല.
പക്ഷേ ഇനി എന്താ ചെയ്യുക? എന്തു ചെയ്യാൻ, അവൾ പോട്ടെ. അവളുടെ ഇഷ്ടതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഏട്ടന് സങ്കടമല്ലേ? ആ, കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. അതൊക്കെ പതുക്കെ മാറിക്കൊള്ളുന്നേ. എന്നാലും അവൾ എന്നെ മറന്നല്ലോ. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞിരുന്നു. കുറച്ചു നേരം ഞാൻ ഒന്നും മിണ്ടാതെ കിടന്നു. അവൾ എൻ്റെ ബെഡിലിരുന്നു. എൻ്റെ കവിളിൽ തുള്ളി കണ്ണുനീരിറ്റു വീണു. അവൾ കരയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് സംഗീതയായിരുന്നില്ല, അത് ജെനിയായിരുന്നു. എൻ്റെ മുഖം കണ്ടത് അവൾ പൊട്ടിക്കരഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവളുടെ മുഖത്ത് അടികൊണ്ട പാടുകളുണ്ടായിരുന്നു. ജെനി, ഇനി എനിക്കതിനെ വിളിക്കാമോ? നീ എങ്ങനെ ഇവിടെ? ജീവേട്ട, എൻ്റെ ചേട്ടനൊരു ദുഷ്ടന. അവനിത് ചെയ്യുന്നത് എനിക്കറിയായിരുന്നു. അതാ ഞാനത് അങ്ങനെയൊക്കെ സംസാരിച്ച്. ജീവേട്ടന് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇപ്പോഴും തോറ്റ ഞാനല്ലേ. നീ മറ്റൊരുത്തന്നെ സ്വന്തമാണെന്ന് എനിക്കെങ്ങനെ അടി കാണാൻ കഴിയുക? ഇല്ല ജീവേട്ട, മറ്റൊരാളെൻ്റെ കഴുത്തിൽ താലി ആർത്തുന്നെങ്കിൽ അവൻ്റെ ശവത്തിലായിരിക്കും. അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിൽ ഭേദം മരണമാണ്. നിനക്കെന്താ ഭ്രാന്തായോ? നിന്റെ സമ്മതമില്ലാതെ ഒരുത്തരും നിന്റെ കഴുത്തിൽ താലിയിട്ടില്ല. ഒരുത്തരും നിന്നെ വിട്ടുകൊടുക്കില്ല. ഞാനാ പറയുന്നത്. അവളുടെ കണ്ണുകളിൽ പേടിയുണ്ടായിരുന്നു. അവളുടെ ചേട്ടനെ കുറിച്ചാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവളെ സമാധാനിപ്പിച്ച് വിട്ടു. അതിൻ്റെ പേരിൽ ഒത്തിരി തള്ളിയുണ്ട്. പാവം, എല്ലാം സഹിച്ചു എനിക്ക് വേണ്ടി. എന്നോടെല്ലാം ഷീബേശി പറയുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്നിറങ്ങി ആദ്യം പോയി കണ്ടത് അവളുടെ ചേട്ടനെയും മുറച്ചെറുക്കിനെയുമായിരുന്നു. കണ്ടു എന്ന് പറഞ്ഞാൽ പോരാ, 2 എണ്ണം പൊട്ടിച്ചു. ഇനി അവളുടെ ഇഷ്ടമില്ലാതെ കല്യാണത്തിനൊരുങ്ങിയ കാലും കൈയും തല്ലുടിക്കെന്ന് പറഞ്ഞു. ചോദിച്ചാൽ ചങ്ക് വരച്ചിരുന്ന കൂട്ടുകാരായിരുന്നു എൻ്റെ ബലം. എന്നാലും സംഭവിച്ചു. മുറച്ചെറുക്കൻ പിന്നെ അവളെ കാണാൻ പോലും ചെന്നിട്ടില്ല. ചേട്ടന് ചില എതിർപ്പുകളുണ്ടായിരുന്നു, എന്നാലും നേരിട്ടൊരു ആക്രമണം ഉണ്ടായില്ല. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. അനിയത്തിയുടെ കല്യാണം ഉറപ്പിച്ചു. വരം പോലീസാണ്, മറ്റാരുമല്ല, എൻ്റെ ചങ്ങാതി തന്നെ. അവനവളെ ഇഷ്ടമായിരുന്നേ. പോസ്റ്റിംഗ് കിട്ടാൻ കാത്തുനിന്ന. ജോലി കിട്ടിയ ശേഷം അവൻ്റെ അമ്മ നേരിട്ട് വന്ന് പെണ്ണി വെച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. കുഞ്ഞുപങ്ങളുടെ പുറത്തേക്ക് നോക്കി ഞാൻ ഞെട്ടി. ഇതിന് നാണമൊക്കെ വരുമോ? എന്നാലും അതങ്ങ് ഉറപ്പിച്ചു. നല്ല രീതിയിൽ നടത്തി. അധികം താമസിയാതെ ജെനിയെ സ്വന്തമാക്കി. അവളുടെ അമ്മയുടെ സ്ഥാനത്ത് ഷീബേച്ചിയായിരുന്നു. അമ്പലത്തിൽ വെച്ച് താലിയെട്ടി പുറത്തിറങ്ങുമ്പോൾ ചേച്ചിയുടെ കണ്ണുകളിൽ 2 തുള്ളി കണ്ണുനീര് വന്നിരുന്നു. അമ്മമാരങ്ങനെയാണല്ലോ. ഗേറ്റ് തുറന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചിന്തകളിൽ നിന്നുണർന്നു. ജെനി തിരിച്ചു വന്നതാണ്. വന്നിട്ടും ദേഷ്യം മാറിയില്ല. പിന്നാലെ കുറെ നടന്നിട്ട് ഒരു രക്ഷയുമില്ല. അവസാനം സായിട്ട് ഞാൻ അവളെ പൊക്കിയെടുത്ത് കട്ടിൽ കൊണ്ടിട്ടു. മുറിയുടെ വാതിലടച്ചു. അലമാര തുറന്നൊരു കുഞ്ഞ് പൊതിയെടുത്തു. അതിലൊരു ജോഡി സ്വർണ്ണപാദസരമായിരുന്നു. ഒത്തിരി നാളത്തെ അവളുടെ മോഹം. എൻ്റെ വിവാഹവാർഷിക സമ്മാനം. ഇന്ന് ഞങ്ങളുടെ വിവാഹവാർഷികമാണ്. ഇതിനു വേണ്ടിയാണ് ആശാദ് ഇത്രയും ഷോ കാണിച്ചത്. അവൾ കരുതിയത് ഞാൻ മറന്നു എന്നാ. ഞാനാരാ മോൻ? അതങ്ങോട്ട് കിട്ടിയപ്പോഴുള്ള സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാ. എൻ്റെ കവിളിൽ അങ്ങോട്ട് മൃദുവായിട്ട് കടിച്ചു. ഞാൻ അവളെ പൊക്കിയെടുത്തൊന്ന് വട്ടം ചുറ്റി. അവൾ എൻ്റെ നെറ്റിയിലൊരു ചുടുചുംബനം തന്നു. അവളുടെ പ്രിയപ്പെട്ട സമ്മാനം. മറക്കാനാവാത്ത നിമിഷങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. അന്നും ഇന്നും എന്നും.